നല്ലപോലെ നീലമുഖി കടൽ വാത്ത എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇതിന് മാസ്ക്ഡ് ബൂബി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇത് സാധാരണയായി കണ്ടുവരുന്നത് പസഫിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക് സമുദ്രതീരങ്ങളിലൊക്കെയാണ് ഇതിനെ കാണുന്നത്. ഇതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ തീരങ്ങളിൽ വരുന്നത്. പിന്നെ തീരങ്ങളിൽ ചിലപ്പോൾ ഇത് പ്രജനന കാലഘട്ടങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഈ മാസ്ക്ഡ് ബൂബി എന്ന് പറയുന്നത് വളരെ നമ്മുടെ എന്താ പറയുക വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി സമൂഹത്തിൽപ്പെട്ടതുമാണ്. അതാണ്. അപ്പോൾ പിന്നെ മത്തി, അയില അതുപോലെയുള്ള വലിയ വലിയ മത്സ്യങ്ങൾ നല്ലപോലെ നമുക്കറിയാം നല്ലപോലെ വിഴുങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു 10 വർഷത്തിന് മുമ്പ് ഇത് നല്ല രീതി വളർന്ന, അതായത് പിന്നെ മെച്ചോർഡായ ഒരെണ്ണത്തിന് ഇതേപോലെ അത് വളരെ ടയേർഡായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഗ്രീൻ റൂട്ട്സ് എന്ന് പറയുന്ന സംഘടനയുണ്ട്, ഗ്രീൻ റൂട്ട്സ് നേച്ചർ കൺസർവേഷൻ ഫോറം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കടലാമകളെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പം ഇതിൻ്റെ സെക്രട്ടറി ഉണ്ട് സജി ജയമോഹനാണ് എന്നോട് വിളിച്ച് പറഞ്ഞത് ഇതുപോലെ തോട്ടപ്പള്ളിയിൽ ഈ സാധനം ഉണ്ട്, നമുക്ക് പോയി അതിനെ എടുത്ത് അതിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയി അതിനെ കൊണ്ടുവന്ന് സംരക്ഷിച്ചത്. അപ്പം കൊണ്ടുവന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്തു, ഭക്ഷണം മീൻ കൊടുത്തു പറഞ്ഞാൽ തന്നെ മത്തിയാണ് കൊണ്ടുവന്ന് പറഞ്ഞാൽ തന്നെ മത്തി കഴിച്ചു. അപ്പം നമുക്ക് സന്തോഷമായി. മുൻപ് നമുക്ക് 10 വർഷം മുമ്പ് കിട്ടിയ ആ ബേഡിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ വാ തുറന്നാണ് അതിനെ ഫീഡ് ചെയ്യിച്ച് പിന്നെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടാണ് ഗ്ലൂക്കോസും ഒക്കെ കൊടുത്ത് ORS ഒക്കെ കൊടുത്ത് അങ്ങനെ നല്ല എനർജറ്റിക് ആക്കി അതിന് ശേഷമാണ് അത് ഫ്ലൈ ചെയ്യാറായത്. പിന്നെ അതിനെ ഞങ്ങൾ കടലിൽ കൊണ്ടുവന്ന് 2 തവണ കൊണ്ടുവന്ന്, ഒരു തവണത്തെ നമ്മൾ ആ ഫ്ലൈയിങ് കടലിൽ വീണ്, പിന്നെ ഒരു കുട്ടിയെ വിട്ട്, ഒരു പയ്യനായിരുന്നു, വള്ളം തുഴഞ്ഞു പോയി അതിനെ എടുത്തുകൊണ്ട് വന്നു. അതിന് ശേഷം പിന്നെ 3-4 ദിവസം കൂടെ നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷമാണ് അന്ന് ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ നമ്മുടെ തോട്ടപ്പള്ളി ബീച്ചിലെ പൊഴിമുഖം അവിടെ ശനിയാഴ്ച രാത്രി ഒരു 6:30 കൂടിയാണ് ഇതവിടെ ഇരിക്കുന്നെന്നുള്ള വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ ചെന്നപ്പം നമ്മുടെ ചൂണ്ടയിടാൻ വന്ന 3 അമ്പലപ്പുഴയുള്ള 3 യുവാക്കൾ അവരിതിനെ എങ്ങോട്ടും പോകാതെ ഇങ്ങനെ നോക്കി വെച്ച കാര്യം ഇത് പറക്കുന്നില്ല. അവിടെ വന്ന് പെട്ടത് ചിലപ്പോൾ അന്ന് വെളുപ്പിന് ഭയങ്കര ശക്തമായ കാറ്റൊക്കെ ആയിരുന്നു. ഇത് കാറ്റിലൊക്കെ പെട്ടാണ്, മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ കാറ്റിലൊക്കെ പെട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് വീഴുന്നത്. എവിടെയെങ്കിലും ഒന്നെങ്കിൽ പറന്ന് ടയർഡാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ശരീരത്തിലെ പദാർത്ഥങ്ങളുടെ എന്തെങ്കിലും കുറവ് മൂലം ക്ഷീണം സംഭവിച്ചിട്ട് വീഴുന്നതാവാം, അല്ലെങ്കിൽ പിന്നെ വല്ല പനിയോ വല്ലോ ആവാം. നമുക്കത് പിന്നെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുമാണ്. പക്ഷിപ്പനിയൊക്കെ ബാധിച്ചാലും അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു വന്ന് വീണതുമാവാം. അതാണ് മാസ്ക്ഡ് ബൂബി എന്ന് പറയുന്ന ബേഡ്. നമ്മളിപ്പം നമുക്ക് കിട്ടിയ ജൂവനലാന്ന് പറയാൻ കാരണം അതിനൊരു ബ്രൗണിഷ് കളറാണ് അതിൻ്റെ തലയിലുമൊക്കെ. അതേസമയം മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ ഈ ബ്രൗണിഷ് കളർ തലയിലും കാണത്തില്ല, ചിറകിൻ്റെ ഭാഗങ്ങളിൽ മാത്രം ഡോട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണത്തുള്ളൂ. അത് പൂർണ്ണ വളർച്ചെത്തിയ മാസ്ക്ഡ് ബൂബി ആയിരിക്കും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഇത് നമുക്ക് വളരെ ചെറുതായിട്ടുള്ള ഒരു മാസ്ക്ഡ് ബൂബിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.